പ്രൊഫസർ റോണി കെ ബേബി, അങ്ങ് കോളേജ് അധ്യാപകൻ കൂടിയാണല്ലോ, അപ്പോൾ സ്വാഭാവികമായും ചരിത്രം ഒക്കെ കൃത്യമായി നിരീക്ഷിക്കുന്ന ആൾ കൂടിയാണ്. 1984 ഒക്ടോബർ 31 നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത്. അതേ തുടർന്ന് ഡൽഹിയിലുണ്ടായ രാജ്യത്തുണ്ടായ സിഖ് വിരുദ്ധ കലാപം അങ്ങ് അത് മറന്നു പോകാൻ ഇടയില്ല. 8000-ഓളം സിഖുകാരാണ് കൊല്ലപ്പെട്ടത്. ഡൽഹിയിൽ മാത്രം 3000-ലേറെ സിഖ് വംശജർ, സിഖ് മതത്തിൽ ജനിച്ചവർ കൊല്ലപ്പെട്ടു. 20,000-ഓളം ആളുകൾ ഭവനരഹിതരായി, അവർ വീട് വിട്ടു പോകേണ്ട സാഹചര്യം വന്നു. വലിയ കലാപമാണ് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതിനെ തുടർന്ന് നടന്നത്. അങ്ങനെ അതിന് നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയുടെ നേതാവാണ് അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് ചെന്ന് അവിടെ നിലവിലിവിടെ സിഖ് മതസ്ഥർക്ക് ആരാധനയ്ക്ക് അവരുടെ ഗുരുദ്വാരകളിൽ പോകാൻ പോരാട്ടം നടത്തണമെന്ന് പറയുന്നത്. പിന്നെ തമിഴ് ഭാഷയോടുള്ള സ്നേഹം, അത് നമ്മൾക്കറിയാം. ഈ നരേന്ദ്രമോദി സർക്കാർ ഈ അധികാരത്തിൻ്റെ ചെങ്കോൽ, പ്രത്യേകിച്ചും അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ചെങ്കോൽ, ഏതോ ഒരു ഗോഡൗണിൽ തള്ളിയിട്ടിരുന്ന ചെങ്കോൽ, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അവിടുത്തെ പുരോഹിതർ സമർപ്പിച്ച അധികാരത്തിൻ്റെ ചെങ്കോൽ, അവിടെ ചെലന്തിവല പിടിച്ചു കിടന്ന ആ ചെങ്കോൽ, അത് വേണ്ട പ്രാധാന്യത്തോടുകൂടി തമിഴിലെ പുരോഹിതരെ, തമിഴ്നാട്ടിലെ മതപുരോഹിതരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ അത് അധികാരത്തിൻ്റെ ചെങ്കോലായി അവിടെ പ്രതിഷ്ഠിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അന്ന് അതിനെ എതിർത്തവരാണ് കോൺഗ്രസ്. ഇപ്പോഴാണ് നിങ്ങൾ തമിഴ് പ്രേമവും സിഖ് പ്രേമവും ഒക്കെ പറയുന്നത്. എന്ത് ആത്മാർത്ഥതയാണ് ഇതിലുള്ളത് പ്രൊഫസർ റോണി കെ? എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ടും സിഖ് കലാപവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ശ്രീമതി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം ഉണ്ടായ ഒരു നാച്ചുറൽ റെസ്പോൺസ്, ഞാൻ ആ രീതിയിലല്ല ഞാൻ അതിനെ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒഴിവാക്കാമായിരുന്ന ഒരു ദുരന്തം അത് സംഭവിച്ചു. അതിന്റെ പേരിൽ കോൺഗ്രസ് പലതവണ ആത്മാർത്ഥമായി തന്നെ സിഖ് ജനതയോട് അന്ന് ഉണ്ടായ ഒരു റെസ്പോൺസ്, അതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് ആത്മാർത്ഥമായി തന്നെ സിഖ് ജനതയോട് പലതവണ ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. ആ ക്ഷമാപണം അതിന്റെ അർത്ഥത്തിൽ തന്നെ ആ സിഖ് സമുദായം ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പിന്നീട് പലതവണ കോൺഗ്രസ് പഞ്ചാബില് അധികാരത്തിൽ വന്നു. ആ സിഖ് സമുദായം തന്നെ ഇന്നും അതിശക്തമായിട്ട് കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു. ഞങ്ങൾക്ക് ചരിത്രത്തിൽ വന്നൊരു തെറ്റ്, അതിന് ഞങ്ങൾ പ്രായശ്ചിത്തം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ക്ഷമയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനായിരിക്കും ആ രീതിയിലേക്ക് ചർച്ച പോകാനായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഗുജറാത്ത് കലാപത്തിന്റെ കാര്യമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഞാനായിരിക്കും നമ്മുടെ ഈ ഒരു ചർച്ചയുടെ വിഷയം അതല്ല. പ്രൊഫസർ റോണി കെ ബേബി, ചർച്ച വരുന്നത് സിഖ് സമുദായത്തെ പറ്റി രാഹുൽ പറഞ്ഞത് കൊണ്ടാണ് ആ വിഷയത്തിലേക്ക് വരുന്നത്. നമ്മൾ മനഃപൂർവ്വം കൊണ്ടുവരുന്നതല്ല. സിഖ് സമൂഹത്തിന് ഇന്ന് നമ്മുടെ രാജ്യത്ത് എന്ത് പ്രശ്നമാണുള്ളത്? അവർക്ക് സിഖ് സമൂഹം പോട്ടെ, ഏത് മതസ്ഥർക്കാണ് സ്വന്തം ആരാധനാ കേന്ദ്രത്തിലേക്ക് പോകാൻ വേണ്ടി പോരാട്ടം നടത്തേണ്ടി വരുന്നത്? ഏത് മതസ്ഥർക്കാണ്? സിഖ് അടക്കം ഏത് മതസ്ഥർക്കാണുള്ളത്? നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പറയേണ്ടി വരും. ഗോരക്ഷയുടെ പേരിലൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണല്ലോ നമ്മുടെ ഈ രാജ്യത്ത് തന്നെ ആൾക്കൂട്ട കൊലപാതകവും നരഹത്യവും ഒക്കെ നടന്നത് നമ്മുടെ രാജ്യത്ത് തന്നെയാണല്ലോ. ഇപ്പോൾ ഈ മതസ്വാതന്ത്ര്യത്തൊക്കെ ഈ അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെടുന്ന ആളൊക്കെ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അത് കുറ്റാരോപിതമായി കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന്റെ വീടിന് നേരെയും കടയുടെ നേരെയും JCB ഇടിച്ചുകൊണ്ട് തകർക്കുന്ന സാഹചര്യവും ക്രിസ്തുമസിനൊക്കെ ഈ നാട്ടിലെ മണിപ്പൂരിൽ നടക്കുന്നൊക്കെ ഞാനൊക്കെ പറയുവാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിലേക്കൊക്കെ പറഞ്ഞുകൊണ്ട് മണിപ്പൂർ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുക. 2 വർഷമാകുന്നു മണിപ്പൂര് കത്താൻ തുടങ്ങിയിട്ട്. എവിടെയുണ്ട് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികള്? ഈ രാജ്യത്തിന്റെ വലിയ ശക്തമായ രാജ്യമാണെന്നും എല്ലാ പ്രശ്നവും പരിഹരിക്കുവാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇന്നും വാർത്ത കണ്ടു ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ അതിക്രൂരമായി അവിടെ മണിപ്പൂരിൽ ഈ രാജ്യത്തിനകത്ത് തന്നെ 2 രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് മണിപ്പൂര് മാറുമ്പോൾ നമ്മൾ മതസ്വാതന്ത്ര്യമൊക്കെ ചർച്ച ചെയ്യാൻ നമുക്ക് പറയാനായിട്ട് ഒരുപാട് ഉദാഹരണമുണ്ട്. എനിക്കിവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്, ബഹുമാനപ്പെട്ട BJPയുടെ വക്താവ് ശ്രീ പത്മനാഭൻ അദ്ദേഹം ബാലബുദ്ധി എന്ന് ശ്രീ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഇനിയും വായിക്കാൻ പോകുന്ന ഒരു പ്രസ്താവന, ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം 2015 മെയ് മാസം അദ്ദേഹം 2 തവണ ഈ പറയുന്ന സൗത്ത് കൊറിയയിലെ സിയോൾ എന്ന സ്ഥലത്തും 2 ചൈനയിലും എന്ന് പറയുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ചൈന എന്ന് പറയുന്ന ആ ചൈനയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം ഏറ്റതിനു ശേഷം നരേന്ദ്രമോദി പറഞ്ഞ ഒരു പ്രസ്താവന ഞാൻ ഇപ്പോൾ വായിക്കാം. There was a time when people used to feel that what sin they committed in their past life which resulted in taking birth in India. ഇതെന്താ പറഞ്ഞത്? 2014 മുമ്പ് ഇന്ത്യയിലെ ജനങ്ങൾ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം,
എന്ത് പാപത്താലാണ് ഞങ്ങൾ എന്ത് പാപം ചെയ്തത് കൊണ്ടാണ് ഈ രാജ്യത്ത് ജനിക്കേണ്ടി വന്നത്? ഈ രാജ്യത്ത് എങ്ങനെയും ഞങ്ങൾ എന്താ ഈ രാജ്യത്ത് ജനിച്ചു പോയതിന് പേരിൽ ലജ്ജിച്ച് തലവാഴ്ത്തിയിരുന്ന ഒരു കാലഘട്ടമുണ്ട് എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയാണ്. അന്ന് അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രി ഒന്നുമല്ല. 2015 മെയ് മാസം ചൈനയിൽ നിന്നുകൊണ്ട് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞ വാക്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ബാലബുദ്ധി എന്നൊക്കെ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ബുദ്ധി എന്തായിരുന്നു എന്ന് നമുക്ക് തിരിച്ചുകൂടി ഈ പ്രസ്താവന വെച്ചുകൊണ്ട് പിന്നെ പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ പുറത്തുപോയി ഒരു നേതാവ് പോലും ഇത്ര മോശമായി ഈ രാജ്യത്ത് ജനിച്ചു പോയതിന്റെ പേരിൽ ലജ്ജിച്ച് തലതാഴ്ത്തി ഏതോ മഹാപാപം ചെയ്തതിന്റെ പേരിലാണ് ഞാൻ ഈ രാജ്യത്ത് ജനിച്ചു പോയത് എന്ന് പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞൊരു സാഹചര്യമുണ്ട്. അതിനെക്കുറിച്ചൊന്നും നമ്മൾ മറന്നു പോകരുത് എന്നുകൂടി ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. പിന്നെ ഇവിടെ പറയുന്നു നമ്മൾ ചൈനയെ ഒരുപാട് ഉയർത്തിക്കാട്ടിയെന്ന്. ആ ഒരു നമ്മളെ കോൺഗ്രസ് ചർച്ച ചെയ്യേ രാഹുൽ ഗാന്ധി പറഞ്ഞ ഉത്തരം ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. ഇവിടുത്തെ പ്രൊഡക്റ്റീവ് സെക്ടർ, അല്ലാതെ രാഹുൽ ഗാന്ധി ഇന്ത്യ ചൈന സമ്പദ് വ്യവസ്ഥ താരതമ്യം ചെയ്തെന്നല്ല പറഞ്ഞത്. പ്രൊഡക്റ്റീവ് സെക്ടർ, അതായത് കാർഷിക മേഖലയും വ്യാവസായ മേഖലയും അടങ്ങുന്ന സെക്ടർ. ബഹുമാനപ്പെട്ട പിന്നെ ജിന്നി പറഞ്ഞു, ശരിയാണ്, നമ്മുടെ സാമ്പത്തിക വളർച്ച 7% പക്ഷെ ഈ വർഷത്തെ തന്നെ കണക്ക് നോക്ക്, നമ്മുടെ ആഭ്യന്തര ഉൽപാദനം -7.1%. ഈ ആഭ്യന്തര ഉൽപാദനത്തിന് പ്രധാനമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട 2 സെക്ടർ, ഒന്ന് മാനുഫാക്ചറിംഗ് സെക്ടർ, അതിന്റെ ഗ്രോത്ത് എത്രയാണെന്നറിയോ? -12.42%. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇത്രയും രൂക്ഷമായ തൊഴിലില്ലായ്മ ഉണ്ടാകുന്ന ഒരു കാരണം എന്ന് പറയുന്നത്? നമ്മുടെ രാജ്യത്ത് സർവീസ് സെക്ടർ വളർന്നുകൊണ്ട് മാത്രം ഈ രാജ്യത്ത് ജനങ്ങളെല്ലാം വലിയ പിന്നെ സാമ്പത്തികമായിട്ട് വളരത്തില്ല. ഈ രാജ്യത്ത് ജനങ്ങൾക്ക് സാമ്പത്തികമായ വളർച്ച ഉണ്ടാകണമെങ്കിൽ, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സാമ്പത്തികമായ അന്തരമില്ലാതാകണമെങ്കിൽ ഇവിടെ വളരേണ്ടത് എന്ന് പറയുന്നത് പ്രൈമറി സെക്ടറായിട്ടുള്ള അഗ്രികൾച്ചറും സെക്കൻഡറി സെക്ടറുള്ള ഇൻഡസ്ട്രിയിലുമാണ്. പക്ഷെ ആ 2 മേഖലയിലും നമ്മൾ വല്ലാതെ പുറകോട്ട് പോകുന്നു. സേവന മേഖലയിൽ മാത്രം ബാങ്കിങ് IT പോലെയുള്ള ബയോടെക്നോളജി പോലെയുള്ള പിന്നെ സേവന മേഖലയിൽ മാത്രം നമ്മൾ കുതിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും? വളരെ ശ്രീ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത് ഈ രാജ്യത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ഈ രാജ്യത്ത് 4 കോടി ആളുകൾ തൊഴിലില്ലാതെ, അല്ലെങ്കിൽ അത്രമാത്രം ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കിലൂടെയാണ് ഈ രാജ്യം കടന്നു പോകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഉൽപാദന മേഖലയിൽ ഉണ്ടായ തകർച്ചയാണ്, ഉൽപാദന മേഖലയുടെ തളർച്ചയാണ് എന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹം ഇത് പറയേണ്ടത് തെരഞ്ഞെടുപ്പ് വേദികളിലാണ്. നിങ്ങൾ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് വേദിയിൽ നടത്തേണ്ട പ്രസംഗമല്ല മറ്റൊരു രാജ്യത്ത് ചെന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ പ്രതിനിധിയായി അവിടെ എത്തുമ്പോൾ നമ്മുടെ രാജ്യത്തിനെതിരെ പറയേണ്ടത് അമേരിക്കയിലല്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ അത് പറയണം. കോൺഗ്രസ് ഭരിച്ച കാലത്താണ് AB വാജ്പേയിയെ ഐക്യരാഷ്ട്രസഭയിൽ അയച്ചത്. അവിടെ അദ്ദേഹം നടത്തിയ പ്രസംഗം നിങ്ങളെടുത്ത് വായിച്ചു നോക്കണം, കേട്ടു നോക്കണം. നമ്മൾ കോരിത്തരിക്കുന്ന പ്രസംഗം, നമ്മുടെ രാജ്യത്ത് ജനിച്ചതിൽ ഉള്ള അഭിമാനം നമുക്ക് ആ നിമിഷം തോന്നും. അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ, അങ്ങനെ കോൺഗ്രസ് ഭരിച്ച കാലഘട്ടത്ത് ഇവിടുന്ന് AB വാജ്പേയിയെ പോലുള്ള നേതാക്കൾ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഭാരതത്തെ പ്രതിനിധീകരിച്ച ഒരു നേതാവ് പോകുമ്പോൾ അവിടെ പറയേണ്ട ഭാഷ അല്ല പ്രൊഫസർ റോണി കെ ബേബി. അദ്ദേഹം ഇന്ത്യയിൽ BJPക്കെതിരെ, ഇന്ത്യയിൽ കോൺഗ്രസിന്റെ വേദികളിൽ ഇവിടുത്തെ ഭരണം തെറ്റാണ്, ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് അദ്ദേഹം ഇന്ത്യയുടെ എല്ലാ മുക്കിലും മൂലയിലും പോകട്ടെ, ജോഡോ യാത്രയിൽ പറയട്ടെ. പക്ഷേ അമേരിക്കയിൽ അല്ലെങ്കിൽ മറ്റൊരു വിദേശ രാജ്യത്ത് ആ രാജീവ് പറഞ്ഞത് തെറ്റില്ല എന്ന് എങ്ങനെ പറയാൻ കഴിഞ്ഞു പ്രൊഫസർ റോണി കെ ബേബി? കാരണം രാഹുൽ ഗാന്ധി അവിടെ മാധ്യമ പ്രവർത്തകരെ വിളിച്ചുകൂട്ടി പത്രസമ്മേളനം നടത്തിയൊരു പ്രസ്താവനയല്ല ഇത്. അവിടെ ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകൾ ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചോദ്യം ചെയ്യൽ, അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യോത്തര വേളയിൽ രാഹുൽ ഗാന്ധി വളരെ ഫാക്ട്സ് തുറന്നു പറഞ്ഞു. ഈ വസ്തുതകൾ തുറന്നു പറയുന്നതിന് എന്തിനാ BJP